ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടേം ലിമറൻസ് എന്നാണ്. ലിമറൻസ് എന്നാൽ മറ്റൊരു വ്യക്തിയോട് തോന്നുന്ന ഭ്രാന്തമായിട്ടുള്ള പ്രണയം എന്ന വികാരമാണ്. വളരെ തീവ്രമായിരിക്കും ഈ പറയുന്ന പ്രണയം. അതേ തീവ്രതയോടുകൂടി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് ആരെയാണോ പ്രണയിക്കുന്നത് അല്ലെങ്കിൽ ആരോടാണോ അത്രത്തോളം തീവ്രമായിട്ടുള്ള ഒരു പ്രണയം തോന്നുന്നത് അല്ലെങ്കിൽ പ്രണയവികാരം തോന്നുന്നത്, ആ വ്യക്തിയിൽ നിന്ന് തിരിച്ച് അതേപോലെ തീവ്രമായിട്ടുള്ള പ്രണയവികാരം പ്രതീക്ഷിക്കുന്നതിനെയാണ് ലിമറൻസ് എന്ന് പറയുന്നത്. ഇതൊരു മാനസികാവസ്ഥയാണ്. 1979 ലവ് ആൻഡ് ലിമറൻസ് ദ എക്സ്പീരിയൻസ് ഓഫ് ബീയിങ് ഇൻ ലവ് എന്ന പുസ്തകത്തിൽ മനഃശാസ്ത്രജ്ഞയായ ഡൊറോത്തി ടെനോവ് ഈ പദം ഉപയോഗിച്ചു. ലിമറൻസിന്റെ പ്രധാന സവിശേഷതകൾ ഇതൊക്കെയാണ്. ഇൻട്രൂസീവ് ചിന്തകൾ, അതായത് ആരോടാണോ നമുക്ക് സ്നേഹം അയാളോടുള്ള എപ്പോഴുമുള്ള അമിതമായ ശ്രദ്ധ, എല്ലാ കാര്യത്തിലും അയാളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു പ്രവണത ഉണ്ടാവും. ആദർശവൽക്കരണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആള് അയാൾക്ക് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ പോലും നമ്മൾ പ്രണയിക്കുന്ന ഒരു സമയത്ത് ആ കാര്യങ്ങളൊന്നും എന്താ പറയുക നമ്മൾ ശ്രദ്ധിക്കാറില്ല. ആ കാര്യങ്ങളൊക്കെ നമ്മൾ തിരസ്കരിക്കുന്നു. ആ ആളുടെ സവിശേഷത, ആ ആളുടെ ഗുണഗണങ്ങൾ, ആ ആളുടെ ക്വാളിറ്റീസ് മാത്രം മുന്നിൽ നിർത്തുക. ആ ആൾക്ക് ഉണ്ടാവുന്ന ചെറിയ പോരായ്മകളോ അല്ലെങ്കിൽ ആളുടെ കുറവുകളോ കാര്യങ്ങളോ ഒക്കെ പൂർണ്ണമായി തിരസ്കരിച്ചുകൊണ്ട് ആളെ ഭയങ്കരമായിട്ട് എന്താ പറയുക ആദർശവൽക്കരിക്കുന്ന ഒരു സ്വഭാവം ഇതിന്റെ ഭാഗമായിട്ട് കാണാറുണ്ട്. പിന്നെ വരുന്നത് വൈകാരികമായ ആശ്രിതത്വമാണ്, ഇമോഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയും. നമ്മളിപ്പോൾ വേറൊരാളെ സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കുക, പക്ഷെ നമുക്ക് പിന്നെ വരുന്ന ഇമോഷൻ, നമ്മുടെ സന്തോഷവും നമ്മുടെ ദേഷ്യവും നമ്മുടെ സങ്കടവും എല്ലാം ആ വ്യക്തിയുടെ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് ആ വ്യക്തി സന്തോഷത്തിലാണ് അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്നുവെങ്കിൽ നമ്മുടെ ഇമോഷൻസ് വളരെ ഹാപ്പി ആയിട്ട് പോകും. അതേസമയം ആ ആളുടെ പെരുമാറ്റം നമ്മളോടുള്ളത് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ ഒത്തിരി തകർന്നു പോകുന്നൊരു സ്ഥിതി. അതായത് ആളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമോഷൻസിന് മാറ്റം വരിക, അതിനെയാണ് വൈകാരികപരമായിട്ടുള്ള ആശ്രിതത്വം എന്ന് പറയുന്നത്, ഇമോഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഫിയർ ഓഫ് റിജക്ഷൻ, തിരസ്കരണം. ഇൻ കേസ് ആളിൽ നിന്നും നമുക്കൊരു റിജക്ഷൻ ഫേസ് ചെയ്യേണ്ടി വരുമോ, ആൾ നമ്മളെ തിരസ്കരിക്കുമോ, അപ്പോൾ തിരസ്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ എത്രത്തോളം കൂടുതൽ ശ്രദ്ധ ആളിനെ കൊടുക്കേണ്ടി വരും എന്നുള്ളത്, അതിൽ ആ ഒരു കാര്യം അത്രയും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. നമ്മൾ അത്രയും കാര്യങ്ങളിൽ ആളിനെ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ ആളിൽ നിന്നൊരു തിരസ്കരണം ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ ഒരുപാട് നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതും ഈ ഒരു കാര്യത്തിൻ്റെ പാർട്ടായിട്ട് ലിമറൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതിൻ്റെ ഫിസിക്കൽ സിംറ്റംസ് ആയിട്ട് വരുന്നത്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളിനെ കാണുമ്പോൾ നമ്മുടെ വയറ്റിൽ ബട്ടർഫ്ലൈസ് വന്ന പോലത്തെ ഒരു ഫീലിംഗ് വരിക, നെഞ്ചിടിക്കുക, ടെൻഷൻസ് വരിക, സംസാരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട്, ചമ്മൽ, നാണം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഫിസിക്കൽ സിംറ്റംസ് ആയിട്ട് കാണാറുണ്ട്. പിന്നെ വരുന്നത് കമ്പൽസറി ബിഹേവിയേഴ്സ് ആണ്. അതായത് ആളുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം നമ്മളും കൂടി ഒന്ന് ഇൻവോൾവ് ചെയ്യുന്ന ഒരു രീതി അല്ലെങ്കിൽ ഇടിച്ചു കയറുന്ന ഒരു രീതി. ആളിനെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നു, ആളിനെ ആരൊക്കെ ലൈക്ക് ചെയ്യുന്നു, ആളുമായിട്ട് ആരൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നു, ആളുടെ പോസ്റ്റ് ആരൊക്കെ നോക്കുന്നു, കമൻറ്റ് ചെയ്യുന്നു, ഇതിനെയൊക്കെ നമ്മളിന്ന് ഫോളോ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളിന്ന് അതിനെ അസസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളതിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു രീതി. ആവശ്യമില്ലാത്ത ഇടപെടലുകൾ നമ്മൾ നടത്തും. അവരുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും നമ്മൾ കയറി ഇടപെടുന്ന രീതി, കാരണങ്ങൾ ഉണ്ടാക്കി അവരെ കാണാൻ പോവുക അല്ലെങ്കിൽ ആരോട് പറയാതെ, മീൻസ് ഒത്തിരി എഫേർട്ട് എടുത്ത് അവരെ കാണുക, സംസാരിക്കാനായിട്ട് ശ്രമിക്കുക, അവരുടെ പിന്നാലെ പോവുക, അവരുടെ പിന്തുടരുന്ന ഒരു രീതി, ഇതൊക്കെ ലിമറൻസിൻ്റെ ഭാഗമായിട്ട് വരിക. ഭയങ്കര തീവ്രമായിട്ടുള്ള പ്രണയവികാരമല്ല, അപ്പോൾ അത്രയും തീവ്രമായിട്ട് തന്നെ പ്രകടിപ്പിക്കും. ഈ ലിമറൻസും സ്വാഭാവികമായിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ ലവ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലിമറൻസ് എന്ന് പറയുന്നത് ഭയങ്കര തീവ്രമാണ്. അവിടെ മറ്റേ ആളുടെ എന്താ പറയുക അയാളുടെ ഒരു ഇൻഡിപെൻഡൻസിയോ അല്ലെങ്കിൽ അയാളുടെ ഇൻഡിവിജ്വാലിറ്റിയോ ഒന്നും കണക്കാക്കുന്നില്ല. നമുക്ക് അയാളോടുള്ള തീക്ഷ്ണമായിട്ടുള്ള പ്രണയം അത് മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പം തിരിച്ചതുപോലെ അയാൾ നമ്മളെ സ്നേഹിക്കണം, അയാളുടെ പ്ലേസിലെല്ലാം നമുക്കൊരു സ്ഥാനം ഉണ്ടാകും, അയാളിലേക്ക് നമ്മൾ ഇടിച്ചു കയറണം എന്നൊക്കെ ഉള്ളൊരു തോന്നലാണ്. സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെയല്ല, പരസ്പര ബഹുമാനത്തോടു കൂടി അവരുടെ സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അവരവരുടെ സ്പേസിൽ നിൽക്കാനുള്ള സ്വാതന്ത്ര്യം
ഉണ്ടായിരിക്കും ഇല്ലേ. അവരവരുടെ സ്പേസിൽ നിൽക്കാനും ഇൻഡിവിജ്വലായിട്ട് പെരുമാറാനും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബഹുമാനത്തോടെ പെരുമാറാനും ഇടിച്ചു കയറാതിരിക്കുക, ഒരു സ്വകാര്യത, സ്വീകാര്യത, ഈ കാര്യങ്ങളിലൊക്കെ തന്നെയുള്ള ഒരു രീതിയായിരിക്കും, മാനറിസംസ് ആയിരിക്കും. പക്ഷെ ലിബറൻസിൽ വരുന്നത് നമ്മൾ ഇടിച്ചു കയറിയിട്ട് നമ്മൾ പറയുന്ന പോലെ അവർ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്നതും അതുപോലെ ആയിരിക്കും. അവരാഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മളും ആവണം, അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അവരും ആവണം. അത്തരത്തിലുള്ള ഒരു തീക്ഷ്ണമായിട്ടുള്ള ഇടപെടൽ, തീക്ഷ്ണമായിട്ടുള്ള പെരുമാറ്റങ്ങളെയാണ് ലിബറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലിബറൻസും ലവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ലവ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു അയച്ച് വിടുന്ന അല്ലെങ്കിൽ സ്ട്രെസ് ഫീലിംഗ് അല്ലെങ്കിൽ ടൈറ്റ് ചെയ്ത് പിടിക്കുന്ന ഒരു ഫീലിംഗ് അല്ല ഉണ്ടാവുന്നത്. ലിബറൻസ് പക്ഷേ അങ്ങനെയാണ്, നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിക്കുന്ന ഒരു രീതിയാണ്. കാരണം അവർക്ക് ശ്വാസം മുട്ടുന്ന രീതിയിലുള്ള സ്നേഹമായിപ്പോവും അത്. ഇതിനൊക്കെ കാരണം ചിലപ്പം അറ്റാച്ച്മെന്റ് രീതിയായിരിക്കാം. ചിലർ ആൻഷ്യസ് അറ്റാച്ച്ഡ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് ഇത്തരത്തിൽ ഭയങ്കര ഡിപ്പെൻഡൻസി ഫീൽ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തലച്ചോറിലെ രാസപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോക്സിൻ, ഇതിൻ്റെയൊക്കെ ഒരു ഏറ്റക്കുറച്ചിലുകളും കാര്യങ്ങളും ഇങ്ങനൊരു ഫീലിംഗ് ഉണ്ടാക്കാം. പിന്നെ ലോൺലിനെസ്സിനെ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ ഒറ്റപ്പെടലിനെ ഭയപ്പെടുന്നു, തിരസ്കരണത്തിന് ഭയപ്പെടുന്ന, ചെറിയ പ്രായത്തിൽ ഉള്ള ട്രോമാസ്, അതായത് ഒറ്റപ്പെടുന്ന ഒരു ട്രോമ ഉണ്ടായിട്ടുണ്ടാകും, ചൈൽഡ്ഹുഡിൽ അഫക്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഫാമിലിയിൽ നിന്ന് അനുഭവിച്ച ഒറ്റപ്പെടലോ തിരസ്കരണങ്ങളോ, ഇതൊക്കെ കൊണ്ട് ചെറുപ്പമായിട്ടുള്ള പ്രായത്തിൽ പക്ഷെ നമുക്ക് അങ്ങനെ ഒരു തിരസ്കരണം ഫേസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടാതെ വരും. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്നത് ഒരാളിനെ മുറുക്കി പിടിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത്. ചേർത്ത് പിടിക്കുന്നതും മുറുക്കി പിടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ മുറുക്കി പിടിക്കുമ്പോഴത്തേക്കും അയാൾക്ക് ശ്വാസം മുട്ടും, അയാൾ കുതിറി മാറാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ പിന്നെയും അത് ടൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതേസമയം ചേർത്ത് പിടിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബ്രീത്ത് ചെയ്യാനുള്ളൊരു സ്പേസ് എങ്കിലും നമ്മൾ കൊടുക്കും. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ആൾക്കാർ കംഫർട്ടബിൾ ആയിരിക്കും. ഇതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ നീണ്ടേക്കും. ഭയങ്കര ഡിപ്പെൻഡൻസി ഒക്കെ ആണെങ്കിൽ നീ എത്രയൊക്കെ കാണിച്ചിരുന്നാലും ഞാൻ അങ്ങനെ നിൻ്റെ വലയത്തിനകത്ത് മാത്രം നിൽക്കില്ല എന്നുള്ളൊരു ഇത് കിട്ടുമ്പോൾ ചിലപ്പോൾ അവർ അത് വേണ്ടാന്ന് വെക്കും. അതല്ലെങ്കിൽ നിന്നിൽ നിന്ന് ഞാൻ ഒഴിവാക്കി പോകത്തില്ല, എന്ത് വന്നിരുന്നാലും നിൻ്റെ കൂടെ നിൽക്കും എന്നുള്ളൊരു ഉറപ്പ് കിട്ടുമ്പോഴും ഈ പറയുന്നതിൻ്റെ ഒരു തീവ്രത കുറഞ്ഞു കിട്ടും. ഇങ്ങനെ ഭയങ്കരമായിട്ട് അവർ ശല്യപ്പെടുന്ന, ശ്വാസം മുട്ടുന്ന രീതി കുറച്ചൊന്ന് മങ്ങും. ഈ ലിബറൻസ് എങ്ങനെ കൈകാര്യം ചെയ്യാം? പലപ്പോഴും ഇതിനൊരു തെറാപ്പി ആവശ്യമാണ്. കാരണം സ്നേഹം എന്താണെന്നുള്ളതും ലിബറൻസ് എന്താണെന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യം. അവിടെ സൈക്കോ എഡ്യൂക്കേഷൻ പ്രാധാന്യമുണ്ട്. അപ്പോൾ അവിടെ ലിബറൻസ് എന്ന് പറയുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കി സെൽഫ് അവെയർ ആകുക. അപ്പോൾ അവിടെ കുറച്ച് ദൂരം കൂട്ടുക, ഒരുപാട് ശ്വാസം മുട്ടിക്കുന്ന ഒരു സ്നേഹത്തിൽ നിന്ന് അങ്ങനെ ഒരു പാറ്റേണിൽ നിന്നൊരു ചേഞ്ച് കൊണ്ടുവരിക. അത്തരത്തിലൊക്കെ ഉള്ള രീതികൾ നമുക്ക് തെറാപ്പികളിലൂടെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അത്തരത്തിലൊരു മാറ്റമൊക്കെ വരുത്തിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. ലിബറൻസ് സ്നേഹമല്ലേ, അപ്പോൾ അവിടെ എന്താണ് പ്രശ്നം എന്ന് തോന്നുന്നവർക്ക് ലിബറൻസ് ഒരേ സമയം ഉന്മാദാവസ്ഥയും ഉന്മേഷാവസ്ഥയും തരുന്നത് പോലെ തന്നെ ഒത്തിരി നമ്മളെ തളർത്തുകയും ചെയ്യുന്നൊരു കാര്യം, ക്ഷീണിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു തീവ്രത കാരണം മറ്റേയാൾ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ 2 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ഒരു പാർട്ട്ണർ സഫർ ചെയ്യുകയും ഒരു പാർട്ട്ണറിന് മാത്രം സന്തോഷം കിട്ടുകയും ചെയ്താൽ ആ റിലേഷൻഷിപ്പ് നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. രണ്ടുപേർക്കും ഒരുപോലെ ഉന്മേഷദായകമായിരിക്കണം, രണ്ടുപേരെയും ശ്വാസം മുട്ടിക്കാത്തതായിരിക്കണം, രണ്ടുപേർക്കും അവരുടെ സ്പേസ് നൽകുന്നതായിരിക്കണം. അവിടെയാണ് ലിബറൻസ് എന്നുള്ളത് അല്ല ആവശ്യം, ലവ് എന്നുള്ളതാണ് ആവശ്യം എന്നുള്ളത് തിരിച്ചറിയുന്നത്. അത്തരത്തിൽ തിരിച്ചറിയാനും ലവിലേക്ക് വരാനും ആയിട്ട് പറ്റണം. ഇല്ലെങ്കിൽ അത് ലൈഫിലെ ബാലൻസ് തന്നെ നഷ്ടപ്പെടുത്തി കളയും. ലൈഫിനെ ഒത്തിരി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ സംഭവിക്കാം. നമ്മുടെ ഡെയിലി റൂട്ടീൻസിനെ പോലും ബാധിക്കുന്ന രീതി, 24 മണിക്കൂർ അയാളെ പുറകെ മോണിറ്റർ ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ അയാൾ എപ്പോഴും നമ്മളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന രീതി, ഇതൊക്കെ രണ്ടുപേരുടെ ലൈഫിനും രണ്ടുപേരുടെ കരിയറിലും ഒക്കെ ഇത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ട തെറാപ്പി എടുക്കുന്നതും മാറ്റങ്ങൾ വരുത്തുന്നതും നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ ലിബറൻസ് എന്നതിനെ തിരിച്ചറിയാനും ലവിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. എന്താണെന്നുള്ളത് ആദ്യം ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് വേണ്ടത് നമുക്ക് ഏതാണ്, നമ്മുടെ ലൈഫിൽ ലിബറൻസ് ആണോ ലവ് ആണോ വേണ്ടത് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ചുറ്റും ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്സിൽ വരുന്ന ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ കാണുമ്പോൾ അത് ലിബറൻസ് ആണോ ലവ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നമുക്ക് ചൂണ്ടിക്കാണിക്കാനൊക്കെ കഴിഞ്ഞാൽ നല്ലതായിരിക്കും. യഥാസമയം തെറാപ്പി കാര്യങ്ങളൊക്കെ എടുത്താൽ നമ്മുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഈ അറിവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് കരുതുന്നു. തുടർന്നും വീഡിയോസ് കാണാനായിട്ട്
യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് സൈക്കോളജിസ്റ്റ് രേവതി എന്നുള്ളത് ഫോളോ ചെയ്യുക. തുടർന്നും സപ്പോർട്ടും സ്നേഹവും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നിങ്ങൾക്ക് സംശയമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവ് നേടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം. ഞാനത് സമയം പോലെ വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കൺസൾട്ടേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനായിട്ട് വാട്സപ്പ് നമ്പറുണ്ട്. ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതിയാവും. അതിൽ അന്നേരം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മതിയാവും. നിങ്ങളുടെ കൂടെ സൗകര്യം നോക്കിയിട്ട് അപ്പോയിൻമെൻറ്റ് തരുന്നതായിരിക്കും. മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വേണ്ട സപ്പോർട്ട് ഞാൻ തരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.